രാജസ്ഥാനിൽ സംവിധാനം ചെയ്ത അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന 10ഓളം സിനിമകളിൽ അത് തൊട്ടതെല്ലാം പൊന്നാക്കി ഷാഫി എന്ന് തന്നെ വേണം പറയാൻ. ആ 10ഓളം സിനിമകളിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഹാസ്യ കഥാപാത്രങ്ങളുണ്ട്, ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ഹാസ്യ കഥാപാത്രങ്ങൾ. ഒരു ജീവിതാവസാനം വരെ നമ്മൾ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളെ സമ്മാനിച്ചാണ് ഇപ്പോൾ ഷാഫി മടങ്ങുന്നത് എന്നാണ്. ഓരോ കഥാപാത്രങ്ങളും അത്രത്തോളം ഹാസ്യത്തിന്, ഇപ്പോൾ അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രമാത്രം ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയ ഒരു സംവിധായകൻ കൂടിയായിരുന്നു. തീർച്ചയായും ആര്യ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഓരോ സീനുകളും ഇപ്പോഴും മലയാളികൾ ഓർത്തോർത്ത് ചിരിക്കുന്നവയാണ്. ഇപ്പോഴും എല്ലാ രംഗങ്ങളും മലയാളികൾ അതുപോലെ മനസ്സിൽ ഓർത്തു വെക്കുന്നവയാണ്. കല്യാണരാമനാകട്ടെ, മായാവിയാകട്ടെ, ഈ സിനിമകളിലൊക്കെ തന്നെ ഓരോ രംഗങ്ങളും മലയാളി അവരുടെ സ്വാഭാവിക ജീവിതത്തിനിടയിൽ പലപ്പോഴും തമാശക്കെന്നോണം ആ ഡയലോഗുകൾ പറയുകയും ആ സിനിമകളിലെ കഥകൾ അനുസ്മരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ നിത്യജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന, സാധാരണക്കാരുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി സിനിമകൾ, നിരവധി ഡയലോഗുകളൊക്കെ തന്നെ ഈ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മലയാളികൾ എല്ലാ കാലവും ഓർത്തു വെക്കുന്ന ഒരു സിനിമകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. ഈ രാജസ്ഥാനിൽ സംവിധാനം ചെയ്ത ദില്ലിവാല രാജകുമാരൻ എന്ന സിനിമയിൽ സഹസംവിധായകനായാണ് സിനിമാ ജീവിതം തുടങ്ങിയത്. അതിനുശേഷം 2001 ജയറാം നായകനായ വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനാവുന്നത്. പിന്നീട് എത്തിയ കല്യാണരാമൻ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് ഒരു ഹിറ്റ് സിനിമകളുടെ ഒരു പരമ്പര തന്നെ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത്. മായാവി, തൊമ്മനും മക്കളും, പുലിവാൽ കല്യാണം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പിറക്കുകയും ചെയ്തു. വിക്രം നായകനായ തമിഴ് ചിത്രമായ മജ ഉൾപ്പെടെ 18 സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാനത്തെ ചിത്രം. അത്തരത്തിൽ ഈ അധികം ചിത്രങ്ങളില്ല, 18 സിനിമകൾ മാത്രമേ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ. പക്ഷേ അവയൊക്കെ തന്നെ മലയാളികൾ എല്ലാ കാലവും ഓർത്തു വെക്കുന്ന സിനിമകളാണ്. മലയാളികൾ എല്ലാ കാലവും ഓർക്കുന്ന രംഗങ്ങളുള്ള സിനിമകളാണ്. അത്തരത്തിൽ വളരെ ജനകീയമായ, ഏതൊരു മലയാളിയോടും ചോദിച്ചാലും അവരൊക്കെ തന്നെ ഓർത്തു വെക്കുന്ന നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ മലയാളികൾ ഏറ്റവും അടുത്ത് ചേർത്ത് വെച്ച സിനിമകളുടെ ഒരു സംവിധായകനെയാണ് നഷ്ടമായിരിക്കുന്നത്. സ്വാഭാവികം ഇന്ന് രാവിലെ 9 മണിക്കാണ് പൊതുദർശനം തുടങ്ങുന്നത്. മണപ്പാട്ടിപ്പറമ്പ് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനം നടക്കുക. അതിനുശേഷം വൈകിട്ട് 4 മണിയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ വീട്ടിലും അതോടൊപ്പം തന്നെ ഈ ഓഡിറ്റോറിയത്തിലും എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തുകയും ആരോഗ്യ വിവരം തിരക്കുന്നുണ്ടായിരുന്നു. സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ ജനുവരി 16-നാണല്ലേ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തത്. എങ്ങനെയായിരുന്നു തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യനില? ഗുരുതരമായി തുടരുന്നുണ്ടായിരുന്നു? ഇടയ്ക്കിടയ്ക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് മറ്റും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ? വെങ്കി വളരെ ആരോഗ്യവാനായി തന്നെയായിരുന്നു അദ്ദേഹം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. ഒരു തലവേദന വരികയായിരുന്നു. തലവേദന വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ ആദ്യം ഒരു ആശുപത്രിയിൽ എത്തിച്ചു. മൈഗ്രെയിൻ ആണോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അവിടെ നടത്തിയ പരിശോധനയിലാണ് അത്തരത്തിൽ തലച്ചോറിനുള്ളിൽ രക്തസ്രാവമുണ്ട് എന്ന് കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ നില വഷളായത്. പിന്നീട് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവുണ്ടാകും എന്ന മലയാള സിനിമാ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ ആരാധകരും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രതീക്ഷിച്ചു. പക്ഷേ വെന്റിലേറ്റർ തന്നെ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയിലേറെ കാലമായി അദ്ദേഹം വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇത്തരത്തിൽ ആന്തരിക രക്തസ്രാവം വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. ആ ചികിത്സ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി അന്ത്യം സംഭവിച്ചത്. അന്ത്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇടപ്പള്ളി BTS റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ അകത്ത് ചില പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്.
പറയുന്നത്. ഇന്നലെ ഈ നില വീണ്ടും വഷളായി എന്നറിഞ്ഞതിനെ തുടർന്ന് സംവിധായകനായ ഫെഫ്ക ജനറൽ സെക്രട്ടറി കൂടിയായ ബി ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം തന്നെ മറ്റ് സിനിമാ മേഖലയിലുള്ള മറ്റ് പലരും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യവും അതിന് തൊട്ടു പിന്നാലെ സംഭവിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി സിനിമാ മേഖലയിലുള്ളവരൊക്കെ തന്നെ വലിയ ആശങ്കയോടുകൂടി, വലിയ ദുഃഖത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തും എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നവർക്ക്, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക്. അത്തരത്തിൽ കൊച്ചിയിലെ ഒരു സിനിമാ മേഖലയിലെ ഒരു സജീവ സാന്നിധ്യമാണ്. അവിടെ വലിയ സൗഹൃദ വലയങ്ങളുള്ള ഒരു ആളാണ്. ചെറുപ്പം മുതൽ തന്നെ സിനിമ ശ്വസിച്ച്, സിനിമ കണ്ട്, സിനിമാക്കാരെ കണ്ട്, സിനിമ ഷൂട്ടിംഗ് കണ്ട്, അത്തരത്തിൽ സിനിമ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ചെറുപ്പം മുതൽ ഈ കുടുംബത്തിലുള്ള സിദ്ദിഖ്, അതോടൊപ്പം തന്നെ അമ്മാവനായ സിദ്ദിഖ്, അതോടൊപ്പം സഹോദരനായ റാഫി, അവർക്കൊപ്പം ഈ സിനിമാ മേഖലയുമായി അടുത്തറിഞ്ഞ് അത്തരത്തിൽ സിനിമാ മേഖലയിലേക്ക് എത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ സിനിമാ കൂട്ടങ്ങളിലൊക്കെ തന്നെ വലിയ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അത്തരത്തിൽ സിനിമാ മേഖലയിലുള്ള മുഴുവൻ ആളുകളുമായും വളരെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ജനകീയ സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാത്ത നടന്മാരുണ്ടോ എന്ന് തന്നെ സംശയമാണ് മലയാളത്തിൽ. എന്തായാലും അത്തരത്തിൽ വലിയ സൗഹൃദ വലയങ്ങളുള്ള നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു സംവിധായകനെയാണ് 56-ാം വയസ്സിൽ നമുക്ക് നഷ്ടമാകുന്നത്. എന്തായാലും ഇപ്പോൾ ഇടപ്പള്ളി BTS റോഡിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് മൃതദേഹമുള്ളത്. ഇവിടെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും അടക്കമുള്ളവർ ഇന്നലെ രാത്രി മുതൽ തന്നെ വന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. അതിന് 9 മണി വരെ വീട്ടിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കും. അതിനുശേഷം 9 മണിക്കായിരിക്കും മണപ്പാട്ടിപ്പറമ്പിലുള്ള ബാങ്ക് ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹം മാറ്റുക. അവിടെയും സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ അവിടെ വന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കും. വൈകിട്ട് 4 മണിക്കാണ് ഖബറടക്കം. കലൂർ ജുമാ മസ്ജിദ് പള്ളി ഖബർസ്ഥാനിലായിരിക്കും ഖബറടക്കം നടക്കുക. എന്തായാലും സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ, മലയാളികളുടെ മനസ്സിൽ ഓരോരോ കഥാപാത്രങ്ങളെ ചിരിപ്പിക്കാൻ മാത്രമായുള്ള കഥാപാത്രങ്ങളെ, അതായത് ഒരു കാലഘട്ടത്തെ ഫ്രെയിമിലാക്കിയ ഒരു സംവിധായകനാണ് ഷാഫി.